നീണ്ട രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ കർണാടകയിൽ മുഖ്യമന്ത്രി മാറ്റം. സിദ്ധരാമയ്യ മുഖ്യമന്ത്രി പദം രാജിവെച്ചു. രാജ്യസഭാ സീറ്റ് ഏറ്റെടുക്കാനില്ലെന്നും സംസ്ഥാന രാഷ്ട്രീയത്തിൽ തുടരുമെന്നും സിദ്ധരാമയ്യ നേതൃത്വത്തെ അറിയിച്ചു. DK ശിവകുമാർ അടുത്തയാഴ്ച കർണാടക മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. മാസങ്ങളായി നീണ്ടുനിന്ന കർണാടകത്തിലെ കസേരകളിലേക്ക് തിരശ്ശീല വീഴുന്നു. ഇനി DK യുഗം. ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായെന്ന പദവിയിലിരിക്കെയാണ് സിദ്ധരാമയ്യയുടെ പടിയിറക്കം. ഔദ്യോഗിക വസതിയിൽ രാവിലെ ചേർന്ന പ്രഭാത ഭക്ഷണ കൂടിക്കാഴ്ചയിലാണ് സിദ്ധരാമയ്യ മന്ത്രിമാരെ രാജ്യസന്നദ്ധത അറിയിച്ചത്. ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ യോഗത്തിനെത്തിയിരുന്നു. ഉച്ചയ്ക്ക് 3 മണിയോടെ ലോക് ഭവനിലെത്തി ഗവർണറുടെ ഓഫീസിൽ രാജിക്കത്ത് നൽകി. ನಾನು ಮುಖ್ಯಮಂತ್ರಿ ಸ್ಥಾನಕ್ಕೆ ರಾಜ್ಯಪಾಲರ ಭವನದಲ್ಲಿ ರಾಜೀನಾಮೆಯನ್ನು ಸಲ್ಲಿಸಿದ್ದೇನೆ. ಹೈಕಮಾಂಡ್ನವರು ಯಾವಾಗ ಸೂಚಿಸ್ತಾರೆ ಆವಾಗ ರಾಜೀನಾಮೆಯನ್ನು ಕೊಡುತ್ತೇನೆ ಅಂತ ಹೇಳಿದ್ದೆ. കഴിഞ്ഞ ദിവസം ഇരു നേതാക്കളുമായി ഹൈക്കമാൻഡ് നടത്തിയ ചർച്ചയിലാണ് അന്തിമ തീരുമാനമുണ്ടായത്. എന്നാൽ രാജ്യസഭാ സീറ്റ് ഏറ്റെടുക്കണമെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം തള്ളിയ സിദ്ധരാമയ്യ സംസ്ഥാനത്ത് തുടരണമെന്നും വ്യക്തമാക്കി. മകൻ യതീന്ദ്ര ഉൾപ്പെടെ 15 വിശ്വസ്തരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്നാണ് സിദ്ധരാമയ്യയുടെ ആവശ്യം. അടുത്ത മുഖ്യമന്ത്രി ആരാകുമെന്ന ചോദ്യത്തിന് ഹൈക്കമാൻഡും പാർലമെന്ററി പാർട്ടി യോഗവും തീരുമാനിക്കുന്ന ആളാകും മുഖ്യമന്ത്രി എന്നായിരുന്നു സിദ്ധരാമയ്യയുടെ മറുപടി. JDSൽ നിന്നും കോൺഗ്രസിലെത്തി 20 വർഷം പൂർത്തിയാക്കുന്ന സിദ്ധരാമയ്യ അധികാരമൊഴിയുന്നതിലൂടെ കർണാടക കോൺഗ്രസിൽ വിലപേശൽ രാഷ്ട്രീയത്തിന് കളമൊരുങ്ങുമോ എന്നതാണ് ഉയരുന്ന ആശങ്ക. ബംഗളൂരുവിൽ നിന്നും ജിജീന്ദ്രനൊപ്പം സജു ചാമക്കാലയിൽ 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.